بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ربي يسر ولا تؤسر ربي زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا ربي تمم بالخير والسعادة اللهم اكرمنا بنور العلم بسرعة الفهم واعذنا من ظلمات الوهم والجهل واغفر لنا ولوالدينا لمشايخنا لأساتذتنا لجميع المسلمين. നിസ്കാരത്തിന്റെ ഫർളുകൾ 6 നാം വിവരിച്ചു പറഞ്ഞു ഫത്ഹുൽ മുഈനിൽ. ഇനി 7ാമത്തെ ഫർളാണ് പറയാനുള്ളത്. സാബിഉഹാ വസാബിഉഹാ, ഫർളുകളിൽ നിന്ന് 7ാമത്തേത് സുജൂദ് ചെയ്യലാണ്. മറത്തേനി 2 തവണ. അപ്പൊ 2 തവണത്തെ സുജൂദ് ഒറ്റ ഫർളായിട്ടാണ് ഇവിടെ 7ാമത്തെ ഫർളായിട്ടാണ് കൂട്ടുന്നത്. 2 ഫർളായിട്ട് കൂട്ടുന്നില്ല. ഏതെങ്കിലും കിതാബിൽ അത് 2 ഫർളായിട്ട് കൂട്ടിയാല് ഫർളുകളുടെ എണ്ണം കൂടും. അപ്പൊ സംഗതിയില് 2 കൂടി ഒന്നായിട്ട് കൂട്ടിയാല് എണ്ണം കുറയും. അപ്പൊ 7ാമത്തത് ഫർളുകള് 14 അല്ലെങ്കിൽ ഇപ്പൊ ഒരു കിതാബില് 15 കണ്ടാല് അതിന്റെ അർത്ഥം വ്യത്യാസമൊന്നും ഇല്ലാന്നർത്ഥം. ഉദ്ദേശത്തിലെ വ്യത്യാസമൊന്നുമില്ല. മറത്തേനി 2 വട്ടം സുജൂദ് ചെയ്യലാണ്. കുല്ല റക്അത്തിൻ, എല്ലാ റക്അത്തിലും. അലാ ഗൈരി മഹ്മൂലിൻ, എന്തിന്റെ മേലായിരിക്കണം സുജൂദ്? ചുമക്കപ്പെടുന്നതല്ലാത്ത വസ്തുവിന്റെ മേലായിരിക്കണം. നമ്മളെ ശരീരത്തിൽ ചുമന്ന വസ്തുവിന്റെ മേലിൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. അപ്പൊ തലപ്പാവ് നെറ്റിയിലേക്ക് ഇറങ്ങുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഷാളോ മറ്റോ അതിന്റെ മുകളിൽ ശരീരത്തിലെ ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ അതെ താഴെ അതിലേക്ക് ഇങ്ങനെ അതിന്റെ തല വരികയും അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുകയും പറ്റില്ല. ഷാളൊക്കെ താഴെ ഇട്ടത് ഫുള്ള് ചുമക്കാതെ മുഴുവൻ ഭാഗങ്ങളും താഴെ ഇട്ടതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അലാ ഗൈരി മഹ്മൂലിൻ ലഹു, അവൻ ചുമന്നതല്ലാത്തതിന്റെ മേലിലാവണം. വഇൻ തഹറക ബിഹർകതിഹി, അവന്റെ ഇളക്കം കൊണ്ട് ഇളകുന്നതായാലും പറ്റൂല, ഇളകുന്നതല്ലെങ്കിലും പറ്റൂല. അല്ല, ആയാലും ശരി. ഒന്നുകൂടി വായിച്ചരാ. അലാ ഗൈരി മഹ്മൂലിൻ, ചുമന്നതല്ലാത്തതിന്റെ മേലായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. ചുമന്നതല്ലാത്തതിന്റെ മേലായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. ഈ ചുമന്നതല്ലാത്തത് എന്ന് പറയുന്നത് അപ്പൊ ചുമക്കാത്തതിന്റെ മേലിൽ സുജൂദ് ചെയ്യണം. വഇൻ തഹറക ബിഹർകതി, ചുമന്നതല്ലാത്തത് അവന്റെ ഇളക്കം കൊണ്ട് ഇളകുന്നുണ്ടെങ്കിലും ശരി. ചുമന്നതല്ല, അവനിങ്ങനെ ഇളകുമ്പോ അത് ഇളകുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ കട്ടില് അവൻ ചുമന്നതല്ല, പക്ഷെ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോ അതിങ്ങനെ എന്താകുന്നുണ്ട്, സ്പ്രിങ് പോലെ ആടുന്ന ഇളകുന്നിട്ടുണ്ട്. തോണിയാ അല്ലെങ്കിൽ തോണിയിലൊക്കെ നിസ്കരിക്കും പോലെ. അപ്പൊ അവന്റെ ഇളക്കം കൊണ്ട് ഇളകിയാലും ആയാലും ശരി, ചുമന്നതല്ലാത്തതിന്റെ മേലിൽ സുജൂദ് ചെയ്യണം. വലവു നഹവ സരീരിൻ, അത് കട്ടില് പോലാത്തതാണെങ്കിലും ശരി. യതഹറകു, അത് ഇളകും. ബിഹർകതിഹി, അവന്റെ ഇളക്കം കൊണ്ട് കുഴപ്പമില്ല കട്ടിൽമല്. ലിഅന്നഹു ലൈസ ബിമഹ്മൂലിൻ ലഹു, അത് അവന്റെ ചുമന്നതല്ല. ഫലാ യദുറു സുജൂദ് അലൈ, അതിന്റെ മേൽ സുജൂദ് കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല. കമാ ഇദാ സജദ, അവൻ സുജൂദ് ചെയ്യും പോലെ തന്നെ. അലാ മഹ്മൂലിൻ, ചുമന്ന വസ്തുവിന്റെ മേലിൽ. അവൻ ചുമന്ന വസ്തു ലം യതഹറക ബിഹർകതിഹി, അത് അവന്റെ ഇളക്കം കൊണ്ട് ഇളകാത്ത, അവൻ ചുമന്ന വസ്തുവാണ്, പക്ഷെ അതിന്റെ തല അവന്റെ ഇളക്കം കൊണ്ട് ഇളകൂല. ഉദാഹരണത്തിന് നീളമുള്ള തലപ്പാവ്, എന്റെ വാല് നീളണ്ട, വാല് ഭയങ്കര നീളാണ്. അതിൽക്കൂടെ ഇങ്ങോട്ട് വന്നിട്ട് സുജൂദിന്റെ മുന്നിലിട്ട് തലപ്പാവ് കെട്ടിയും ചെയ്തേക്കണേ, പക്ഷെ വാല് ഇളകണില്ല, തല. അത് കുഴപ്പമില്ല. ഇളകാത്ത ചുമന്നത് കുഴപ്പമില്ല. ഇതാ സജവൻ സുജൂദ് ചെയ്യും പോലെ തന്നെ അതും കുഴപ്പമില്ല. അലാ മഹ്മൂലിൻ, ചുമന്ന വസ്തുവിന്റെ മേലിൽ. ലം യതഹറക ബിഹർകതി, അവന്റെ ഇളക്കം കൊണ്ട് ഇളകാത്ത. കതുർഫിൻ മിൻ റിദാഇഹി, അവന്റെ മേൽത്തട്ടത്തിന്റെ ഒരു തല പോലെ, മേലിട്ട തട്ടം.
അത്വീലി ദീർഘമുള്ളതായ മേൽത്തട്ടം. അപ്പൊ കുഴപ്പമില്ല. ഇനി മറ്റൊരു വിഷയം, വഖറജ പുറത്തായി. എന്ത് പുറത്തായി പറയാം? ബിഖൗലി എന്റെ വാക്കുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട്. മുസന്നിഫാണ് മത്തന് എഴുതിയത്, ശറഹ് എഴുതിയത് മുസന്നിഫ ഇതിന് നിമക്തമുള്ളത് അല്ലാഹുവ. വഖറജ എന്റെ വാക്കാണ്, മത്തനിൽ ഞാൻ പറഞ്ഞല്ലോ. വഖറജ പുറത്തായി ബിഖൗലി എന്റെ വാക്കുകൊണ്ട്. എന്ത്? അലാ ഗൈരി മഅമൂലില്ലഹു ചുമന്നതല്ലാത്തതിന്റെ മേലാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുറത്തായി. മാലവ് സജദ, ഖറജന്റെ ഫായില് മാലവ് സജദ എന്നുള്ളതാ. ഖറജ പുറത്തായി. ആര് പുറത്തായി? മാലവ് സജദ സുജൂദ് ചെയ്യൽ പുറത്തായി. അല മഹമൂലിൻ ചുമന്ന വസ്തുവിന്റെ മേലിൽ, അവൻ ചുമന്ന വസ്തുവിന്റെ മേലിൽ. യതഹറക്കത് ഇളകുന്നുണ്ട്, ബി ഹർക്കത്ത് അവന്റെ ഇളക്കം കൊണ്ട്. കത്തുറഫിൻ ഇമാമത്തി തലപ്പാവിന്റെ ഒരു തല പോലെ. ഫലാ യസിഹു അത് സഹിഹാകുകയില്ല. ഫൈൻ സജദാലി അതിന്റെ മേൽ സുജൂദ് ചെയ്താൽ ബത്തലത്തു സ്വലാത്തു നിസ്കാരം ബാത്തിലാണ്. തഅമ്മദ മനഃപൂർവമാണ് ചെയ്തതെങ്കിൽ, വാലിമ തഹരീം ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ. വഇല്ല മനഃപൂർവ്വം ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലോ? അങ്ങനെയാണ് ചെയ്തതെങ്കിൽ അപ്പൊ തന്നെ നിസ്കാരം ബാത്തിലായി. മനഃപൂർവ്വമാണെങ്കിൽ, അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ അതിന്റെ മേലെ സുജൂദ് അപ്പൊ തന്നെ ബാത്തിലായി. വഇല്ല അറിയാതെയാണ് എങ്കിൽ സുജൂദ് രണ്ടാമത് മടക്കണം, അല്ലെങ്കിൽ നിസ്കാരം സഹിയല്ല. അപ്പ ബാത്തിലായില്ല, പക്ഷെ അറിഞ്ഞാലും മടക്കണം. മടക്കിയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിൽ തന്നെ. വയസിഖോ സുജൂദ് സഹിഹാണ് അലാ യദി ഗൈരിഹി മറ്റൊരാളെ കയ്യിമ്മല്, മറ്റൊരാള് കൈ വെച്ചെടുത്ത് അത് ചെയ്യാം. അവന്റെ കയ്യുമ്മ പറ്റൂല, കാരണം അത് ഇളകണ വസ്തുവാണ്. അവൻ ഇളകുമ്പോ ഇളകണില്ലേ. വാലാ നഹവി മിന്തിയിലും അതുപോലെ വാലാ നഹവി മിന്തിയിൽ ഒരു ടവ്വല് മല് സുജൂദ് ചെയ്യ. ടവ്വല് പോലാത്തത് മല്. ബിയദിഹി നിസ്കരിക്കുന്നവന്റെ കയ്യിലുള്ള, അവന്റെ കയ്യിൽ പിടിച്ചൊരു ടവ്വല്, അതിനും ഭയപ്പല്ല. കാരണം അത് ഫി ഹുക്മിൽ മുൻഫസിലി വിട്ടുപിരിഞ്ഞ ഹുക്കുമിലാണ്. വിട്ടുപിരിഞ്ഞ ഹുക്കുമിലാണ്. വലൗ സജദ ഒരാള് സുജൂദ് ചെയ്താൽ അലാ ഷൈഇൻ ഒരു വസ്തുവിന്റെ മേലിൽ, ചേർന്നാൽ ബിജബ് അത് ചേർന്ന്, ബിജബത്ത് അവന്റെ നെറ്റിമലക്ക് ചേർന്ന്, ഒരു കടലാസ് ഉണ്ടേന് അവിടെ നല്ല വരുന്ന, അത് നെറ്റിമ കൊട്ടിപ്പിടിച്ച് സഹ ആ സുജൂദ് സഹിയാണ്, ചെയ്ത സുജൂദ് സഹിയാണ്. അത് താഴല്ലേന് ആദ്യണ്ടേന്, അതുകൊണ്ട് അയിമലാണ് ചെയ്തത്. പിന്നെ അതിന് അവിടുന്ന് നീക്കൽ, നെറ്റിമെന്ന് നീക്കൽ നിർബന്ധമാണ്. സുജൂദി സ്ഥാനി രണ്ടാം സുജൂദിന് വേണ്ടി. രണ്ടാം സുജൂദ് സഹിയാവൂല. ഇപ്പൊ പറഞ്ഞത് സുജൂദ് ചെയ്യണം എന്തിന്മേലെ? അവൻ ഇളകുന്നതല്ലാത്ത വസ്തുവിന്റെ മേലിൽ, ചുമന്നതല്ലാത്ത വസ്തുവിന്റെ മേലിൽ എന്ന് പറഞ്ഞു. മഅതങ്കീസിൻ സുജൂദ് ചെയ്യുമ്പോ എന്താവണം? അതിലൊരു പ്രത്യേക നിബന്ധനയാണ്. കീക്കാൻ തൂക്കമാകണം എന്ന് പറഞ്ഞ ഊരന്റെ ഭാഗം ഉയരുകയും തലയുടെ ഭാഗം താഴുകയും ചെയ്യണം. അല്ലാതെ എന്തെങ്കിലും വസ്തുക്കെ വെച്ചിട്ട് 7 അവയവൊക്കെ വെച്ചു, പക്ഷെ കീക്കാൻ തൂക്കം വന്നിട്ടില്ലെങ്കിൽ സുജൂദ് സഹിയല്ല. ഊരന്റെ ഭാഗം ഉയർന്നു നിൽക്കണോ? എന്തെങ്കിലൊക്കെ തട്ടൊക്കെ വെച്ചിട്ട് തല പൊന്തി ഊരനെക്കാട്ടി പറ്റൂല. ഉയരണം. അജീദത്തു അവന്റെ ഊര, വമാ ഒന്നും, ഹൗലഹു ആ ഊരക്ക് ചുറ്റുമുള്ള ഒന്നും, അലാ റഅസി തലനേക്കാൾ ഉയരണം, വമങ്കിബൈഹി അവന്റെ ചുമലിനേക്കാൾ ഉയരണം. ഊരിൻ ചുറ്റും എന്തിനെക്കാട്ടി? തലനെക്കാട്ടി രണ്ട് ചുമലിനെക്കാട്ടി ഉയരണം. ഇത്തിബായിന് വേണ്ടി. അതിന്റെ അക്സ് ചെയ്താൽ, എതിര് ചെയ്താൽ എന്തായി? തല ഒന്തി, തലയും ചുറ്റും ഊരനെക്കാട്ടി മുന്തി. ഔ തസാവ അല്ലെങ്കിൽ രണ്ടു സമമായാൽ ലം യുജ്സിഹു അതവൻക്ക് മതിയാവുകയില്ല. നഅം പക്ഷേ ഇൻകാന ബിഹി ഇല്ലത്ത് അവൻക്ക് രോഗമുണ്ടെങ്കിൽ, ലാ യുംകിൻഹു അവൻക്ക് സൗകര്യമില്ല, മഅഹാ രോഗത്തോടു കൂടെ സുജൂദ് ചെയ്യൽ, ഇല്ലാ കദാലിക ഇങ്ങനെ അല്ലാതെ അക്സായിട്ടല്ലാതെ, അല്ലെങ്കിൽ
സമമായിട്ടല്ലാതെ തല ഉയർന്നിട്ടല്ലാതെ സൗകര്യമില്ല എങ്കിൽ അജ്സഅഹു, അത് അവൻക്ക് മതിയാവുന്നതാണ്. അവിടെ തന്നെ തലയിണ പോലത്തെ വെച്ചിട്ട് കീക്കാൻ തൂക്കൊക്കെ ആക്കിക്കാൻ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണോ? ഇല്ലെങ്കിൽ അത് മതി. കഴിവിന്റെ പരമാവധി താഴ്ത്താൻ നോക്കണം എന്നാണ് മനസ്സിലാകുന്നത്.